USA വേഴ്സസ് പരഗ്വായ്. അക്ഷരാർത്ഥത്തിൽ USA പരഗ്വായെ പഞ്ഞിക്കിട്ടു. ഈ ലോകകപ്പ് നടത്തുന്ന 3 ആതിഥേയ രാജ്യങ്ങളിൽ ഒരെണ്ണാണല്ലോ USA. ആതിഥേയ രാജ്യം കാണികൾക്ക് മുന്നിൽ തകർത്താടി അഴിഞ്ഞാടി എന്ന് ഞാൻ പറയുള്ളൂ. 4-1 പരഗ്വായെ നീളം തൊടിപ്പിക്കാൻ USA വിട്ടില്ല. അവരെ കളി കണ്ടറിയാം. ബോള് മിക്ക സമയത്ത് USAയുടെ കാലില്ല. 4-1 USA പരഗ്വായെ പഞ്ഞിക്കിട്ടത്. പരഗ്വായ്ക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനേ ഉണ്ടായിരുന്നില്ല. ചെയ്യാൻ അമേരിക്ക സമ്മതിച്ചിട്ടില്ല. അതാണ് കാര്യം. ഇന്നലത്തെ കളി കണ്ടപ്പോൾ ആ സ്റ്റേഡിയത്തിൽ എത്ര സെലിബ്രിറ്റീസാ. ഡികാപ്രിയോ, പിന്നെ അതുപോലത്തെ ഒരാളുടെ പേര് മാത്രം കേട്ടോ. അതുപോലത്തെ എത്ര ബെക്കാം, ഡേവിഡ് ബെക്കാം, പിന്നെ ഡികാപ്രിയോ, എത്ര സെലിബ്രിറ്റീസാന്ന് അറിയുന്നില്ല. ഇനി കുറേ പേരുണ്ടോ, ഞാൻ കുറേ പേരുടെ പേരൊക്കെ വിട്ടുപോയി. എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു അറിയോ? ഓക്കെ, കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാറ്റ് ഭീകരമാണ്. അമേരിക്ക 63% ബോൾ പൊസിഷൻ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്നെ അറിയാൻ മനസ്സിലാക്കാമല്ലോ ബോൾ എത്രത്തോളം അവർ കൈവശം ഉണ്ടായിരുന്നത്. 17 ഷോട്ട് അമേരിക്കയുടെ കാര്യം പറഞ്ഞു. 17 ഷോട്ട്, 6 ഷോട്ട് ഓൺ ടാർഗറ്റ്, 63% ബോൾ പൊസിഷൻ, 91% പാസിംഗ് ആക്യുറസി. ആലോചിക്കണം, 91% പാസിംഗ് ആക്യുറസി. 577 പാസുകളാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായത്. ഇതെന്നെ എപ്പോൾ സ്റ്റാർട്ട് ഭീകരാന്ന് പറഞ്ഞില്ലേ, ഇതാ അവരുടെ റിസൾട്ടിലും പ്രതിഫലിച്ചു. 4-1. ഹാഫ് ടൈമിന് പിരിയുമ്പോൾ സ്കോറ് 3-0. ആലോചിക്കണം, ഹാഫ് ടൈമിന് പിരിയുമ്പോൾ സ്കോറ് 3-0. ഓൾമോസ്റ്റ് കളി തീരുമാനമാക്കിയിട്ടാണ് അമേരിക്കക്കാർ ഹാഫ് ടൈമിന് മൈതാനം വിട്ടത്. പിന്നെ ഹാഫ് ടൈമിന് ശേഷം ഒരു ഗോള് പരഗ്വായ് അടിക്കുന്നു. കളി തീരാൻ ഇച്ചിരി മിനിറ്റുകൾ ബാക്കി നിൽക്കെ അമേരിക്ക ഒരു ഗോളും കൂടി ഒരു ആനയും കൂടി ആഞ്ഞടിച്ചുകൊണ്ട് അത് 4-1 മാറ്റുന്നു. ഇതിൽ അമേരിക്ക ഒരു അത്രയ്ക്ക് സ്ട്രോങ് ആണെന്ന് അമേരിക്ക വിചാരിച്ചില്ല. കളി കണ്ടപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് ബോൾ, അമേരിക്കയുടെ പാസുകൾ, അവരുടെ റണ്ണ്, ഡിഫൻസിൽ നിന്നുള്ള പാസുകളൊക്കെ കണ്ടപ്പോൾ കിടിലൻ പെർഫോമൻസ് ആണ്. ഞാൻ എത്രയ്ക്കും ഒരു കളി നമ്മുടെ അമേരിക്കന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് കണ്ടത് ഡഗ്ഔട്ടിലിരിക്കുന്ന ആരാ കോച്ച്? പോച്ചറ്റീനോ. ഒരുവിധം മോശമില്ലാത്ത ട്രാക്ക് റെക്കോർഡുള്ളൊരു വ്യക്തിയാണ് പോച്ചറ്റീനോ. മനസ്സിലാവും തോന്നുന്നു. ടോട്ടനാമിനെ 2018-19 സീസണിലാന്ന് തോന്നുന്നു ടോട്ടനമിൻ്റെ കോച്ചായിരുന്നു നമ്മുടെ പോച്ചറ്റീനോ. ഈ ടോട്ടനത്തിനെ UCL ഫൈനലിൽ എത്തിച്ച കോച്ചാണ്. ഫൈനലിൽ ലിവർപൂളിനോട് തോറ്റെങ്കിലും ഈ ടോട്ടനം പോലുള്ള ടീമിനെ ഫൈനലിൽ എത്തിച്ച ഒരു കോച്ചാണ് പോച്ചറ്റീനോ. ആ പോച്ചറ്റീനോ ആണ് USA പരിശീലകൻ. ആ ഗുണം എന്തായാലും USA കാണിക്കുന്നുണ്ട്. മികച്ച കിടിലൻ പെർഫോമൻസ് ആണ് ടീം USAയുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ USA ഒരു സിഗ്നൽ ഇപ്പോൾ തന്നിട്ടുണ്ട്, ഞങ്ങൾ മോശക്കാരല്ല എന്ന്. ഏത് കിടിലൻ ടീമിനെയും അട്ടിമറിക്കാൻ കഴിയുന്നൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം തന്നെയാണ് USA എന്നുള്ളത് കഴിഞ്ഞ ദിവസം അവർ തെളിയിച്ചു. ഇത് അവരുടെ കൂടി ലോകകപ്പാണ്. അവരുടെ നാട്ടിൽ നടക്കുന്ന ലോകകപ്പ് കൂടിയാണ്. അതുകൊണ്ട് ക്രൗഡ് അവർക്ക് പൂർണ്ണ സപ്പോർട്ടായിരിക്കും. അപ്പോൾ എതിര് കളിക്കുന്ന ടീമുകൾ മനസ്സിലാക്കേണ്ടത് ക്രൗഡ് സപ്പോർട്ട് അമേരിക്കയ്ക്കാണ്. മികച്ചൊരു കോച്ച് അവർക്കുണ്ട്, മികച്ച കളിക്കാർ അവർക്കുണ്ട്, മികച്ച കളി അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മറികടന്നിട്ട് വേണം ഓപ്പോസിറ്റുള്ള ടീമിനെ, ഈ അമേരിക്കയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് കാരണം കൊണ്ട് എതിരാളികളെ കരുതി വെച്ചോളൂ. ടീം USA ചെറിയ മീനല്ല.